തിരുവനന്തപുരത്തേക്ക് ഒരിക്കൽ കൂടി വന്നാൽ അവിടെ കൈമനത്ത് 50-കാരിയെ തീപ്പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് സജി അറസ്റ്റിലായി. സജികുമാർ എന്നാണ് ഇയാളുടെ മുഴുവൻ പേര്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാൾക്കൊപ്പം താമസിക്കുകയായിരുന്നു യുവതി എന്നുള്ളതാണ്. ഇയാൾ കൈമനം സ്വദേശിയാണ്, ഓട്ടോ ഡ്രൈവറുമാണ് ഇയാൾ. ഷീജയുടെ നഗ്നചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇയാൾ പണം തട്ടിയിരുന്നു എന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയ ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. കൈമനത്ത് സജിയുടെ വീടിനോട് ചേർന്ന പറമ്പിലാണ് വ്യാഴാഴ്ച രാത്രി ഷീജയുടെ മൃതദേഹം കണ്ടെത്തിയത്. അവിവാഹിതയായ 50-കാരി ഓട്ടോ ഡ്രൈവറായ സജിയുമായി അടുപ്പത്തിലായിരുന്നു. ഇയാൾക്ക് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടെന്ന സൂചനയെ തുടർന്ന് ഷീജ സജിയുമായി അകന്നു. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു. ഇരുവരും സൗഹൃദത്തിലായിരുന്നപ്പോൾ എടുത്ത നഗ്നചിത്രങ്ങൾ കാണിച്ച് പിന്നീട് സജി ഭീഷണിപ്പെടുത്തുകയും പണം വാങ്ങുകയും ചെയ്തുവെന്ന് ഷീജയുടെ വീട്ടുകാർ ആരോപിച്ചിരുന്നു. ഷീജ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെത്തി സജി ബഹളമുണ്ടാക്കുകയും ചെയ്തു. കടുത്ത മാനസിക പ്രയാസത്തിലായ ഷീജ സജിയുടെ വീടിന് സമീപത്തെത്തി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ലൈംഗിക സാമ്പത്തിക ചൂഷണങ്ങൾ വ്യക്തമായതോടെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സജിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട സജികുമാറിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. കോവിഡ് സമയത്താണ് സജികുമാറും ഷീജയും പരിചയപ്പെട്ടത്. ഷീജയുടെ സ്വകാര്യ ചിത്രങ്ങൾ പകർത്തിയ സജി അത് കാട്ടി നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് പോലീസിന് ലഭിച്ച സൂചന. ഇരുവരും തമ്മിലുള്ള ചാറ്റിന്റെ തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.